കേരളക്കരയെ നടുക്കിയ സ്ത്രീധന പീഡന മരണങ്ങളുടെ പട്ടികയിലേക്ക് ഒരു 19-കാരിയുടെ പേരുകൂടി ചേരുമ്പോൾ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും വെറും ജലരേഖകളാകുന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ് വീണ്ടും വെളിപ്പെടുന്നത്. വിവാഹം കഴിഞ്ഞ് വെറും 39-ാം നാള് ഒരു ജീവനെ ഉള്ളിൽ ചുമന്ന് കുടുംബവീട്ടില് തൂങ്ങിമരിച്ച ഫാത്തിമയുടെ നാദിയ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തുകയാണ്. കടുത്ത ഗാർഹിക സ്ത്രീധന പീഡനങ്ങളെ തുടർന്നാണ് നാദിയ ജീവനൊടുക്കിയതെന്ന മാതാപിതാക്കളുടെ പരാതിയില് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്തതോടെ പുറത്തുവരുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകളാണ്. പ്രതികൾക്കെതിരെ കേസെടുത്ത് പോലീസ് തൃക്കുന്നപ്പുഴ പാനൂര് സ്വദേശിനിയായ നാദിയയുടെ മരണത്തില് ഭർത്താവ് പുന്നപ്ര സ്വദേശി മുഹമ്മദ് നൌഫല്, ഇയാളുടെ മാതാവ്, സഹോദരി എന്നിവർക്കെതിരെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പാനൂരിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിലെ ജനല് കമ്പിയില് ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ചാണ് നാദിയ ജീവനൊടുക്കിയത്. മരണസമയത്തു ഈ 19-കാരി ഗർഭിണിയായിരുന്നുവെന്ന വിവരം കേസിന്റെ ഗൌരവവും ക്രൂരതയുടെ ആഴവും വർദ്ധിപ്പിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനവും പരിഹാസവും കഴിഞ്ഞ ഏപ്രിൽ 19-നായിരുന്നു ആലപ്പുഴയിലെ സ്വകാര്യ സ്ഥാപന ജീവനക്കാരനായ മുഹമ്മദ് നൌഫലുമായി നാദിയയുടെ വിവാഹം നടന്നത്. വിവാഹസമയത്ത് 11.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പെൺവീട്ടുകാര് നൽകിയിരുന്നു. എന്നാല് സ്ത്രീധനം കുറഞ്ഞുപോയെന്നാരോപിച്ച് ഭർത്താവും വീട്ടുകാരും നാദിയയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സ്വർണത്തിന്റെ പേരില് തുടങ്ങിയ അധിക്ഷേപങ്ങള് പിന്നീട് നാദിയയുടെ ശാരീരിക പ്രത്യേകതകളെ പരിഹസിക്കുന്നതിലേക്ക് വരെ നീണ്ടു. നാദിയയ്ക്ക് തലമുടി കുറവായതിന്റെ പേരില് നൌഫലും കുടുംബവും നിരന്തരം മാനസികമായി അധിക്ഷേപിച്ചിരുന്നു. യാത്രാവേളകളില് പോലും മറ്റുള്ളവരുടെ മുന്നില് വെച്ച് പരസ്യമായി ശകാരിച്ച് നാദിയയെ മാനസികമായി തളർത്തുന്നത് നൌഫല് പതിവാക്കിയിരുന്നു. സ്വന്തമായി ബിസിനസ് സ്ഥാപനമുണ്ടെന്ന് പെൺകുട്ടിയെയും കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിച്ചാണ് നൌഫല് വിവാഹം കഴിച്ചതെന്നും പിന്നീട് കുടുംബം തിരിച്ചറിഞ്ഞു. വ്യാജപ്രതാപം കാട്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത നൌഫലിന്റെ ക്രൂരതകള് അവിടെയും തീർന്നില്ല. പരസ്ത്രീ ബന്ധവും ക്രൂരതകളും. വിവാഹജീവിതത്തിന്റെ ആദ്യ ആഴ്ചകളില് തന്നെ നൌഫലിന് മറ്റൊരു യുവതിയുമായി വഴിവിട്ട അടുപ്പമുള്ളതായി നാദിയ അറിഞ്ഞിരുന്നു. ഇതേച്ചൊല്ലി നൌഫലിനോട് ചോദിച്ച നാദിയയ്ക്ക് ക്രൂരമായ പീഡനമാണ് ഏൽക്കേണ്ടിവന്നത്. ഒരിക്കല് നടക്കുന്ന തർക്കങ്ങൾക്കൊടുവില് പുലർച്ചെ 2 മണിക്ക് നാദിയയെ നൌഫല് വീട്ടിൽ നിന്നിറക്കി പുറത്തു നിർത്തിയതായും കുടുംബത്തിന്റെ പരാതിയിലുണ്ട്. ഒരു 19-കാരി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഫോൺ കോളുകൾ നിരസിച്ചു. ഒടുവിൽ ദാരുണാന്ത്യം. മരണദിവസമായ വ്യാഴാഴ്ച ഉച്ചയ്ക്കും നൌഫൽ പാനൂരിലെ നാദിയയുടെ കുടുംബവീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നു. തുടർന്ന് ഇയാള് ഇറങ്ങിപ്പോയതിനുശേഷം ഫോണില് ബന്ധപ്പെടാന് നാദിയ പലതവണ ശ്രമിച്ചെങ്കിലും നൌഫല് കോളുകള് നിരസിക്കുകയായിരുന്നു. ഈ അവഗണനയും നിരന്തരമായ പീഡനങ്ങളും താങ്ങാനാകാതെയാണ് നാദിയമുറിക്കുള്ളില് ജീവനൊടുക്കിയത്. രാത്രിയായിട്ടും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കള് വാതില് പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങിയ നിലയില് കണ്ടെത്തിയത്. താലൂക്ക് ആശുപത്രിയില് എത്തിച്ചെങ്കിലും ആ ജീവന് രക്ഷിക്കാനായില്ല. പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതം. ആലപ്പുഴ മെഡിക്കല് കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം നാദിയയുടെ മൃതദേഹം പാനൂര് മസ്ജിദ് ഖബർസ്ഥാനില് ഖബറടക്കി. സംഭവത്തില് തൃക്കുന്നപ്പുഴ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തില് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒളിവില് പോയ പ്രതികളെ പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ്. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയും മുൻപേ ഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക് ജീവനൊടുക്കേണ്ടിവന്ന സാഹചര്യം നിയമസംവിധാനങ്ങള് ഗൌരവത്തോടെയാണ് കാണുന്നത്. സ്ത്രീധന നിരോധന നിയമങ്ങള് കർശനമായി നിലനിൽക്കുന്ന നാട്ടില് പണത്തോടുള്ള ആർത്തി ഒരു കുടുംബത്തെയും 2 ജീവനുകളെയുമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തുണ്ട്.